പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. മത്തായി സുവിശേഷം 15-ാം അധ്യായം 34-ാം വാക്യം. നിങ്ങളുടെ പക്കൽ എത്ര അപ്പം ഉണ്ട് എന്ന് യേശു ചോദിച്ചു. 7 കുറേ ചെറുമീനും ഉണ്ടെന്ന് അവർ പറഞ്ഞു. ഹല്ലേലൂയ. യേശുവിൻ്റെ ചോദ്യവും ശിഷ്യന്മാരുടെ മറുപടിയും ഒരു വലിയ ചരിത്ര സംഭവമാക്കി മാറ്റി. യേശു ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്രയുണ്ട്? അഗ്നിജ്വാലയ്ക്കൊത്ത് കണ്ണുള്ള ദൈവത്തിന് നമ്മുടെ കയ്യിലുള്ളത് നന്നായിട്ടറിയാം. ഹല്ലേലൂയ. ഒരു അത്ഭുതത്തിന് വേണ്ടി തമ്പുരാൻ ഹല്ലേലൂയ അങ്ങനെ ഒരു താക്കോൽ വചനം, ഒരു ചോദ്യം ജനത്തോട് കൊടുത്തു. അതിൻ്റെ മറുപടിയായി, അതിൻ്റെ ഉത്തരമായി ജനത്തിൻ്റെ പ്രതികരണവും വളരെ ശ്രദ്ധേയമാണ്. 7 കുറേ ചെറുമീനും ഉണ്ട് എന്ന് അവർ കർത്താവിനോട് പറയുന്നു. പ്രിയരെ, ഇന്ന് പകൽക്കാലവും ദൈവം അത്ഭുതങ്ങളുടെ കർത്താവാണ്. അവൻ അടയാളങ്ങളും അത്ഭുതങ്ങളുമാലും ഹല്ലേലൂയ ഇന്നും ജീവിക്കുന്ന ദൈവമത്രേ, ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമത്രേ. നമ്മുടെ ജീവിതത്തിൽ അവൻ പ്രവർത്തിക്കാൻ തയ്യാറാണ് ദൈവം. അതുകൊണ്ട് കർത്താവായ യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യം, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? പ്രിയരെ, ഈ പകൽക്കാലവും നമ്മോട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് മതി, നമ്മുടെ കയ്യിലുള്ളത് എന്തോ അത് തമ്പുരാനോടൊന്ന് വെളിപ്പെടുത്തണം. കർത്താവിന് ഇത് അറിയാഞ്ഞിട്ടല്ല, കർത്താവിൻ്റെ മുമ്പാകെ വിശ്വസ്തയോടെ ഹല്ലേലൂയ നേരോടെ, കർത്താവെ ഇതാ എൻ്റെ കയ്യിലുള്ളത്, ഇതാ നീ തന്നത് എന്ന് പറഞ്ഞ് പ്രതികരിക്കാൻ പറ്റുമോ? നിശ്ചയമായി നിങ്ങളുടെ മറുപടിക്കകത്ത് ഒരു ചരിത്രത്തെ മാറ്റുവാനുള്ള ശക്തിയുണ്ട്. നിങ്ങളുടെ മറുപടിക്കകത്ത് അത്ഭുതങ്ങളുടെ വാതിൽ തുറക്കാനുള്ള ശക്തിയുണ്ട്. കർത്താവ് ഒരു ചോദ്യം ചോദിക്കണമോ? ഹല്ലേലൂയ അതിനുള്ള സാഹചര്യത്തെയും കർത്താവ് തന്നെ ഉണ്ടാക്കി. പ്രിയരെ, എന്തുകൊണ്ട് കർത്താവ് ചോദിച്ചു? ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന ഹല്ലേലൂയ ഏറ്റവും വലിയ ശക്തിയേറിയ ദൂത് 32-ാം വാക്യത്തിലുണ്ട്. എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായ്ക കൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ എനിക്ക് മനസ്സുമില്ല. അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു. പ്രിയരെ, നമ്മുടെ കർത്താവിൻ്റെ 3 പ്രത്യേകതകൾ ഹല്ലേലൂയ. എന്തുകൊണ്ട് യേശു ഈ ചോദ്യം ചോദിച്ചു? അതിൻ്റെ 3 കാരണങ്ങൾ ഈ വാക്യത്തിൽ തന്നെയുണ്ട്. 1, 3 നാളായി യേശുവിൻ്റെ കൂടെ പാർക്കുന്ന ജനം. കർത്താവിൻ്റെ കൂടെ പാർക്കുന്ന ജനമാണോ? കർത്താവിന് നിങ്ങളുടെ കുറവുകളെ, നിങ്ങളുടെ ആവശ്യത്തെ നന്നായിട്ടറിയാം. നിങ്ങൾ യേശുവിനോട് കൂടെ ഒന്ന് നടക്കുമോ? യേശുവിനോട് കൂടെ ഒന്ന് താമസിക്കുമോ? പ്രിയരെ, നിങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ തമ്പുരാന് നിങ്ങളുടെ വിഷയങ്ങളെ നന്നായിട്ടറിയാം. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ല എന്ന് കർത്താവ് കണ്ടു. അവർക്ക് എന്ത് ഇല്ലെന്ന്, എന്തുണ്ടെന്ന് തമ്പുരാന് നന്നായിട്ടറിയാം. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിനോട് ഒന്ന് ഒട്ടിയിരിക്കുമോ? ഒന്ന് പറ്റിയിരിക്കുമോ? ഒന്ന് ചേർന്ന് നടക്കുമോ? നിങ്ങളുടെ ആവശ്യത്തെ അവന് നന്നായിട്ടറിയാം. നിങ്ങൾക്കറിയാമല്ലോ, വേദപുസ്തകത്തിലൊരു ചരിത്രം ഇങ്ങനെ പറയുന്നു. പത്രോസിൻ്റെ അമ്മായിയമ്മയെ കാണാൻ യേശു വീട്ടിൽ പോയപ്പോൾ അമ്മായിയമ്മയുടെ പ്രശ്നത്തിനകത്ത് യേശു ഇടപെട്ടു. ഹല്ലേലൂയ. അവർ പറഞ്ഞില്ല കർത്താവെ പ്രാർത്ഥിക്കണം, കർത്താവെ അത് ചെയ്യണം. ആ വേദപുസ്തക ചരിത്രത്തിൽ പറയുന്ന ആ വീട്ടിൽ യേശു സന്ദർശിച്ചപ്പോൾ ആ വീടിൻ്റെ ആവശ്യത്തെ അറിഞ്ഞ് യേശു ഇടപെട്ടു. ആ വീടിൻ്റെ ആവശ്യത്തെ അറിഞ്ഞ് യേശു ഇടപെട്ടു. ഹല്ലേലൂയ. പ്രിയരെ, ഇന്ന് പകൽക്കാലവും നമ്മുടെ പടകിൽ യേശുവുണ്ടോ? നമ്മുടെ വീട്ടിൽ യേശുവുണ്ടോ? നമ്മുടെ കൂടെ യേശുവുണ്ടോ? നമ്മുടെ ആവശ്യത്തിനെ അവന് നന്നായിട്ടറിയാം. നന്നായിട്ടറിഞ്ഞിട്ട് അവൻ ഇടപെടും. ഈ ചോദ്യം ചോദിച്ചതുപോലെ നിങ്ങളുടെ പക്കൽ എത്ര അപ്പം ഉണ്ട്? ചില ചോദ്യങ്ങൾ വരും, ചില ക്വസ്റ്റ്യനുകൾ കർത്താവ് ചോദിക്കും. പ്രിയരെ, ഒന്ന് പ്രതികരിച്ചാൽ മതി. ഒന്ന് കർത്താവേ ഹല്ലേലൂയ അടിയൻ ഇതാ ഒന്ന് പറഞ്ഞാൽ മതി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചരിത്രത്തെ മാറ്റും. 2 ഹല്ലേലൂയ യേശു കർത്താവിന് ഹല്ലേലൂയ 2-ാമത്തെ കാര്യം ഇതാ ജനത്തെക്കുറിച്ച് മനസ്സലിവുള്ള ദൈവം. പ്രിയരെ, നമ്മെ നന്നായിട്ടറിഞ്ഞാൽ അവന് നമ്മോട് മനസ്സലിയും. നിശ്ചയമായി ലോകത്തിൻ്റെ മനസ്സലിയത്തില്ല, ലോകക്കാർക്ക് മനസ്സലിയത്തില്ല, കൂട്ടുകാരുടെ മനസ്സലിയത്തില്ല, ഹല്ലേലൂയ ജീവിത പങ്കാളിയുടെ മനസ്സ് ഇതുപോലെ അലിയത്തില്ല. എന്നാൽ കർത്താവിന് നമ്മോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തുന്നത് അവൻ്റെ
മനസ്സലിവില്ല. ക്രൂശിലെ സ്നേഹമൊന്ന് ഓർത്താൽ നമുക്ക് എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. അവൻ്റെ മനസ്സ് നമുക്ക് വേണ്ടി അലിയും. നമ്മുടെ പ്രശ്നങ്ങളിൽ കർത്താവിന് മനസ്സലിവുണ്ടായി അവൻ ഇടപെടും. ഒരു കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ യേശു കർത്താവിന് മനസ്സലിഞ്ഞിട്ട് അവനെ തൊട്ടു. എന്നിട്ട് പറഞ്ഞു, സൗഖ്യമാകാം. പ്രിയരെ, ഇന്ന് പകൽക്കാലം നമ്മുടെ വിഷയങ്ങൾ കാണുമ്പോൾ അവന് മനസ്സലിയും. ഒന്ന്, നമ്മോട് കൂടെ പാർക്കുന്ന ദൈവത്തിന് നമ്മെ നന്നായിട്ടറിയാം. രണ്ട്, അവൻ മനസ്സലിവുള്ള ദൈവമാണ്. അതുകൊണ്ട് അവൻ ചോദിക്കുന്നത്, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? കർത്താവിനോടൊന്ന് പറഞ്ഞാൽ മാത്രം മതി. ഇതാ മൂന്നാമത്തെ പ്രത്യേകത. യേശു കർത്താവിന് നമ്മുടെ ഭാവിയെക്കുറിച്ച് നന്നായിട്ടറിയാം. നിങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു പോയാൽ വഴിയിൽ എന്തു പറ്റും, നാളെ എന്തു പറ്റും, വീട്ടിലെത്തുന്നതിന് മുമ്പ് എന്തു പറ്റുമെന്ന് കർത്താവിന് നന്നായിട്ടറിയാം. പ്രിയരെ, നമ്മുടെ ഭാവിയെക്കുറിച്ച് കരുതുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ടാണ് തിരുവചനത്തിൽ വായിക്കുന്നത്, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല. ഹല്ലേലൂയ. നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നതിനെക്കാട്ടിലും വലിയ വിചാരം നമ്മുടെ കർത്താവിന് നമ്മെക്കുറിച്ചുണ്ട്. പ്രിയരെ, അത് ഓർക്കുമ്പോൾ കർത്താവ് ഇടപെടുമെന്ന് നമുക്ക് നന്നായിട്ടറിയാം. കർത്താവ് ചോദിക്കും, എന്തുണ്ട്? ഹല്ലേലൂയ. ബ്രദർ, സിസ്റ്റർ, നിങ്ങളുടെ വീട്ടിനകത്ത് എന്തുണ്ടെന്ന് കർത്താവ് ചോദിക്കും. പ്രിയരെ, ഇന്ന് പകൽക്കാലം ഉള്ളതുപോലെ ഒന്ന് പറയാൻ പറ്റുമോ? ഉള്ളതുപോലെ ഒന്ന് സമ്മതിക്കാൻ പറ്റുമോ? കർത്താവിന് നന്നായിട്ടറിയാം. നിന്നെ നന്നായിട്ടറിയുന്ന ഒരു ദൈവമാണ്. നിൻ്റെ എന്ത് ഉണ്ടെന്നും എന്തില്ലെന്നും അവന് നന്നായിട്ടറിയാം. രണ്ട്, ഹല്ലേലൂയ, നിന്നോട് മനസ്സലിവുള്ള ഒരു കർത്താവാണ്. മൂന്ന്, ഹല്ലേലൂയ, നിൻ്റെ ഭാവിയെക്കുറിച്ച് വിചാരമുള്ള ദൈവമാണ്. നിൻ്റെ നാളത്തെ വഴികളെക്കുറിച്ച്, നിൻ്റെ നാളത്തെ യാത്രയെക്കുറിച്ച്, നിൻ്റെ ജീവിതത്തിൻ്റെ ഭാവിയെക്കുറിച്ച് അവന് വിചാരമുള്ള ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ നമുക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ്റെ ചോദ്യത്തിന് വേണ്ടി ഒന്ന് കാതു കൊടുക്കാം. കർത്താവ് ചോദിക്കും. പ്രിയരെ, ഇന്ന് പകൽക്കാലം കർത്താവ് ചോദിക്കും, നിനക്ക് എന്താ വേണ്ടത്? നിൻ്റെ ജീവിതത്തിൽ എന്താ ആഗ്രഹം? കർത്താവ് ചോദിക്കട്ടെ. കർത്താവിൻ്റെ ഹല്ലേലൂയ മറുപടി പറയാൻ നമുക്ക് തയ്യാറായിരിക്കാം. കർത്താവിനോട് കൂടെ പാർക്കാം. അവൻ വിശ്വസ്തനായ ദൈവം, മാറാത്ത ദൈവം, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.